പെരുന്നാളിന്റെ വക അവസാന കുട്ടിക്കലാശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ തന്നെ ഒരു ഡ്രസ്സിന്റെ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതെല്ലാം കട്ട് ചെയ്ത് വെച്ച് വൈകിട്ട് പള്ളി പോകാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തീർത്ത് വെക്കാമെന്നോർത്ത് കട്ടിംഗ് ഒക്കെ ചെയ്തെടുത്ത് വെച്ചു കേട്ടോ. മോന്റെ കാര്യങ്ങൾ കൂടെ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിന് ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തുണി വാഷ് ചെയ്യാൻ ഇറങ്ങിയാൽ ഇവൻ അപ്പോൾ വരും കേട്ടോ എന്നെ സഹായിക്കാൻ ഇറങ്ങിയാൽ പിന്നെ എന്റെ പണി ഒന്നും നടക്കില്ല. ആളെ മാറ്റിവിടാൻ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിൽ നിന്ന് എണീപ്പിക്കാൻ ഞാൻ കുറെ പാടുപെട്ടോ. പിന്നെ ഇവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചതെല്ലാം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം പള്ളിയിൽ പോകാനുള്ള തിടുക്കത്തിൽ വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്സ് പെട്ടെന്നുണ്ടാക്കി. അങ്ങനെ ചായയും സ്നാക്സും കഴിച്ചതിന് ശേഷം പോകാൻ റെഡിയാവുകയാണ്. സമയം കുറവുള്ളപ്പോഴും എവിടേക്കെങ്കിലും പോകാനുമുള്ള തിടുക്കത്തിൽ പെട്ടെന്ന് ഞങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കുന്ന കേട്ടോ ഈ സ്നാക്സ് ഒക്കെ. ഒരാഴ്ചയായിട്ട് ഉറക്കക്കുറവായതുകൊണ്ട് തന്നെ ചെറിയൊരു മേക്കപ്പ് ചെയ്യാതെ പോയ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്തിരി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകാമെന്നോർത്തെ. ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത്തിരി ചെയ്യാതെ പോകാൻ പറ്റും. ചെയ്യാറില്ലെന്നല്ല കേട്ടോ, ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല. ജോലിയുടെ തിരക്കും ഇവന്റെ പുറകെയുള്ള ഓട്ടവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ ചെയ്യാൻ സമയമല്ലേ. മിക്ക ദിവസങ്ങളിൽ എവിടെ പോയാലും ഒന്നും ചെയ്യാതെ പോകുന്നതാണ് പതിവ്. പക്ഷെ അങ്ങനെയൊക്കെ പോയാൽ തന്നെയും ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യൂട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വഴക്കാളിയും കൂടെ റെഡിയായി പള്ളിയിലേക്ക് ഇറങ്ങുവാണേ. പിന്നെ ഇത് ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റാണ്. അനാർക്കലി മോഡലിൽ ചെയ്തേക്കുന്ന ഒരു ഡ്രസ്സാട്ടോ ഇത്. ജോർജറ്റാണ് ഈ മെറ്റീരിയൽ. 4 മീറ്റർ ഫാബ്രിക് ആട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്കിലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് ട്രാൻസ്പെറന്റ് ആയിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളേ.